രക്ഷിക്കുന്ന ഒരു ഹനുമാൻ ചാലിസ ഇല്ല രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് ആരൊക്കെ രക്ഷപ്പെട്ടേനെ. എന്നാൽ ഈ ആവേശമൊക്കെ ആയിരുന്നെ നമുക്ക് 4-ാം തീയതി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇതേ ആവേശം ചോരാതെ ഇതേ ആവേശത്തിൽ നമ്മളൊക്കെ 4-ാം തീയതി ഉണ്ടാകണം. ഈ ആവേശം ചോരരുത് എന്ന് ആ സമയത്ത് ഇങ്ങനെ മുട്ടിയും മുരണ്ടും മൂടിയും ഒന്നും നമ്മൾ പറയരുത്. ഓക്കെ, ശരി ശരി. അല്ല, ടിപിയിലേക്ക് ഞാൻ വരാം. നമുക്ക് ലിജീഷിനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം നോക്കൂ ലിജീഷ്, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഇടതുമുന്നണിയാണ് കേരളത്തിൽ വർഗീയ കാർഡ് ഇറക്കി കളിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നാണ്. കോഴിക്കോട് ഇതുവരെ ഇല്ലാത്ത ഇളമരം കരീമിന് കരീം കാക്ക എങ്ങനെ ഒരു പ്രയോഗമുണ്ടായി? കാക്കയ്ക്ക് വോട്ട് ചെയ്യാൻ പറയാനുള്ള ഇടതു രാഷ്ട്രീയ ബോധം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? ഷാഫി പറമ്പിലിനെ മുസ്ലിം വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഷാഫിയുടെയും ഉസമാ ബിൻ ലാദന്റെയും ചിത്രം പതിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ എങ്ങനെ പങ്കുവച്ചു? ഇതും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ലിജീഷ്? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് കരീംക എന്ന് പറയുന്നത് പൊതുവായി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. കരീംക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെക്കാട്ടൊക്കെ പ്രായം കൂടുതലുള്ള ആളാണ്. മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി അങ്ങനെയല്ലേ ഉപയോഗിക്കുക. അതിനകത്താണോ നിങ്ങൾ വർഗീയത കാണുന്നത്? അതാണോ വർഗീയത എന്നാണോ കോൺഗ്രസ് ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ അതല്ല വർഗീയത. വർഗീയത കൃത്യമായി പ്രസരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കേരളത്തിനകത്തൊരു ലോക്സഭാ മണ്ഡലം വടകരയാണ്. വടകരയ്ക്കകത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ശൈല ടീച്ചർ സ്ഥാനാർത്ഥി ആയത് മുതൽ തുടങ്ങിയ പ്രശ്നമാണ്. ശൈല ടീച്ചർ വന്നപ്പോഴാണ് മുരളീധരൻ മാറിയത്. മുരളീധരൻ അറിയാം അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്ന്. മുരളീധരൻ മാറി അപ്പുറത്തേക്ക് പോയി, തൃശ്ശൂരേക്ക് പോയി. പിന്നെയാണ് ഷാഫിനെ ഇവർ അവിടെ കൊണ്ടുവന്നത്. ഞാൻ പറയട്ടെ, അതിനുശേഷം ഇവർ തുടങ്ങി വെച്ച പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ UDFും അതിനകത്തെ ഘടകകക്ഷികളും നടത്തിയിട്ടുള്ളത് പച്ചയായ വർഗീയതയാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളൊരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണല്ലോ. ഈ അരുൺകുമാറിൻ്റെ അവിടെ അശ്വമേധം എന്ന് പറയുന്ന ചാനൽ ഷൂട്ട് ചെയ്ത കാര്യം ഇവർ എഡിറ്റ് ചെയ്ത് വക്രീകരിച്ച് എന്തെല്ലാം പ്രചരണം അവിടെ നടത്തി. അതായത് ശൈല ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം ഏറ്റവും ആദ്യം ഏറ്റെടുത്തു. അശ്വമേധം നടത്തി എന്നാണ് അരുൺകുമാറിന് അറിയാലോ, ശൈല ടീച്ചറുമായി ബന്ധപ്പെട്ട്. അവസാനം അരുൺകുമാർ തന്നെ വന്ന് ചാനലുകളോടും ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞു, ഇത് തെറ്റായി പ്രചരിപ്പിക്കുന്നു, ഞങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഇതിലും വലിയ ഉദാഹരണം നിങ്ങൾക്ക് വേറെ വേണോ? നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഞാൻ തന്നെ കക്ഷിയായതുകൊണ്ടും റിപ്പോർട്ടർ ചാനൽ കക്ഷിയായതുകൊണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇതിന്റെ പേരിൽ ഇതിനകം തന്നെ 3 അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വർഗീയമായ ഒരു കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ നെഞ്ചത്തു കൂടിയാണ് സാർ. നോക്കൂ, റിപ്പോർട്ടർ ചാനൽ ഒരു പ്രധാനപ്പെട്ട ചാനലാണ്, തർക്കമില്ല. മലയാള മനോരമ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഇന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ചാനലിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കും. ഞാനത് പറയുമ്പോഴാണ് ശരിയാണ് അങ്ങ് പറയുന്നതിന് മറുപടി പറയാം. 24-ൽ ഇതേപോലെ 24-ൽ നടന്ന ചർച്ചയെ അതിന്റെ പോസ്റ്ററും അതിന്റെ വീഡിയോയും മാറ്റി പുതിയൊരു പുനഃസംപ്രേഷണം നടത്തി. 24 ആണ് ചാർജ് ആ കേസിലെ ആ കാര്യത്തില് 24 മാത്രമല്ല ഇടതു മുന്നണിയും ഈ രീതിയിൽ വാർത്തകളെ വളച്ചൊടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ടീച്ചർക്ക് വളച്ചൊടിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മുകളിൽ കേസെടുത്തില്ലേ? ഇതുവരെ തള്ളി പറഞ്ഞോ? അവിടെ കേസെടുത്തിട്ടുണ്ട്. സൽമാൻ ബാളൂറിനെതിരെ കേസെടുത്തു. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, മുഹമ്മദ് കാസിം PK, കറുത്ത ഷർട്ടിട്ടാണ്. മുഹമ്മദ് കാസിം, ഞങ്ങളുടെ പേരാണ് മുഹമ്മദ് കാസിം. മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് ഒരു കാർഡ് പ്രചരിച്ചിരുന്നത്. മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചിരുന്നു. ആ ശബ്ദ റൈറ്റപ്പ് ആണ് പ്രചരിച്ചിരുന്നത്. ആ റൈറ്റപ്പിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഞാൻ ഷാഫി ഒരു 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണെന്നും ശൈലജ ടീച്ചർ ആണെന്നുള്ള രീതിയിലുള്ള പോസ്റ്റാണ് FB-യിലൂടെ. ഞങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സുഹൃത്തുക്കളോടെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ? ഇക്കാലം അത്രയുമായിട്ടും തിരുവള്ളൂർ എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ രീതിയിലുള്ള പ്രയോഗം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് എന്നെ വെച്ചുകൊണ്ടാണ് എന്താക്കിയിട്ടുള്ളത് ഈ രീതിയിലുള്ള പോസ്റ്ററുകൾ വാട്സപ്പിലൂടെ അമ്പാടിമുക്ക് സഖാബ് എന്നുള്ള കണ്ണൂർ FB പേജിൽ എന്താക്കിയിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ഞാൻ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇതിനെന്താ മറുപടി? ഇത് ആദ്യം കാഫർ എന്ന പ്രയോഗം വന്നതിന് ശേഷം അവിടുത്തെ LDFന്റെ കമ്മിറ്റി പരാതി കൊടുത്തു. അത് പോലീസ് അന്വേഷിക്കട്ടെ, ആരാണിത്. ഈ ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു കള്ളപ്രചരണം നടന്നിരിക്കുന്നു. പറയട്ടെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ.
ഇത് ഇലക്ഷന്റെ ചോദ്യമുണ്ട്. ഇലക്ഷന്റെ വോട്ട് ഇന്ന് കർണാടക സർക്കാർ BJP-യുടെ IT കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുകളെ ഇന്ന് സൈബർ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളം ഭരിക്കുന്നത് ഇന്ന് LDF ആ LDF-ന്റെ ആളുകൾ ഇന്ന് 12-13 ദിവസം കഴിഞ്ഞ് ഇന്ന് എന്തുകൊണ്ട് ഈ സമയത്ത് ഞാൻ പ്രതിയാണ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ? എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഞാൻ പറയട്ടെ, ഈ പറയുന്ന കാഫർ എന്ന പ്രയോഗം എന്തുകൊണ്ടാണ് UDF തള്ളി പറയാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ? തെരഞ്ഞെടുപ്പിന്റെ വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ ഇത് അറിയുന്നത്. 3 മണിക്ക് കൃത്യം 3 മണിക്ക് SP ഓഫീസിൽ പോയി പറയുന്നത്. നിങ്ങളല്ല റിയാസെ, ഈ കാഫിർ എന്നുള്ളൊരു വ്യാജ പ്രചരണം നിങ്ങളുടെ പ്രവർത്തകന്റെ പേരിൽ പറന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിച്ചില്ല? കിട്ടിയാൽ 10 വോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു. സ്ഥാനാർത്ഥിയുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. അദ്ദേഹം കോഴിക്കോട് DC പ്രസിഡന്റ്, അദ്ദേഹത്തെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയാണ്. പ്രവീൺ കുമാറും നേരിട്ട് SP ഓഫീസിന് മുമ്പിൽ പോയി പരാതി കൊടുത്തു. ഈ ദിവസം 26-ാം തീയതി 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഇന്ന് ദിവസം എത്രയായി? ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെല്ലുവിളിയോടുകൂടി എന്റെ LDF-ന്റെ സുഹൃത്തിനോട് പറയട്ടെ, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുവെങ്കിൽ ഇതാ ഞാൻ ഈ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം ഇവർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരെ ഉപയോഗിച്ചു. എല്ലായിടത്തും എനിക്ക് മനസ്സിലാവുന്നില്ല രജീഷ്. നോക്കൂ, ഇത് അമ്പാടി ബുക്ക് ആരാണ്? അമ്പാടി ബുക്ക് സഖാക്കളോ? അമ്പാടി ബുക്ക് സഖാക്കളിലാണ് ഇത് പ്രചരിച്ചത്. ഇപ്പം KK ലതിക അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ ഇത് ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രജീഷ്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം കൃത്യമായ അന്വേഷണം നടത്തി മുഹമ്മദ് കാസിമിന്റെ പേരിൽ ഒരു പ്രചരണം നടക്കുമ്പോ നോക്കൂ, ആ മുഹമ്മദ് കാസിം ജീവനോട് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. രജീഷ്, ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇത് ഷാഫി പറമ്പിൽ UDF തള്ളി പറയാതിരുന്നത്? ഞാനതാ ചോദിക്കുന്നത്. ഒരു മിനിറ്റ്, ഇത് ഇവരുണ്ടാക്കിയ അജണ്ടയാണ്. ഈ അജണ്ട പ്രകാരം 24-ാം തീയതി പ്രചരണം കഴിഞ്ഞു. 25-ാം തീയതിയാണ് ഇവർ പുറത്തിറക്കുന്നത്. ആ പുറത്തിറക്കി ഉടനെ തന്നെ ഞങ്ങൾ ഈ 4 മണിക്ക് അദ്ദേഹം പോയി, 25-ാം തീയതി 4 മണിക്ക് പോയി അദ്ദേഹം ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ കാഫർ എന്ന് ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണെന്നാണ് ഇവരെ ഉണ്ടാക്കിയ പ്രചരണം. ആ ഫോൺ ഞങ്ങൾ SP ഓഫീസ് കൊടുക്കുന്നു. ഈ സമയം വരെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരൊറ്റ വോട്ട് കാഫറിന്റെ പേര് പറഞ്ഞ് എനിക്ക് ഒരൊറ്റ വോട്ട് വേണ്ട എന്ന് തന്റെ ഇടത്തോടു കൂടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഷാഫി പറമ്പിൽ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ? അങ്ങേക്ക് അറിയാലോ, 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും പൊതുയോഗം നടത്താൻ പറ്റുമോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും പബ്ലിക്? ഒരു മിനിറ്റ്, ഞങ്ങൾ ഫേസ്ബുക്കിലും പരസ്യമായി പത്രക്കാരോട്, താങ്കൾ ഉൾപ്പെടെയുള്ള ലേഖകന്മാരോട്, താങ്കളല്ല തങ്ങളുടെ റിപ്പോർട്ടർ അടക്കം ലേഖകന്മാരുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ കയറല്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കയറിക്കോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ കള്ളക്കളി 25-ാം തീയതി ഇവർ പുറത്തിറക്കുന്നു, 26-ാം തീയതി അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇത് മാത്രമല്ലല്ലോ, ഷാഫി പറമ്പിൽ മുസ്ലിം പക്ഷപാതത്തിന് എതിരാണ്, അല്ലെങ്കിൽ മുസ്ലിം പക്ഷപാതിയല്ല, അദ്ദേഹം മുസ്ലിം നിലപാടുകളിൽ എതിരായ നിലപാടെടുക്കുന്നു എന്ന് നിങ്ങൾ പ്രചരണം നടത്തിയില്ലേ? ഞങ്ങൾ പരാതി കൊടുത്തല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത് അദ്ദേഹം മുസ്ലിം കാഫർ എന്ന് പറയുന്ന വാക്കുപയോഗിച്ചു എന്നാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇപ്പോഴും അദ്ദേഹം എല്ലാവരോടും നോക്കി പറയുന്നു, കാഫർ എന്ന വാക്ക് ഞാൻ പറഞ്ഞുവെങ്കിൽ അങ്ങനെ പറഞ്ഞു പോലെ. ഇത് ഞാൻ വീണ്ടും പറയട്ടെ, ഒരു മിനിറ്റ് ചോദ്യം